ഹായ്. യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനകളും പാർട്ട് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടിയിട്ട് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത 3 ക്ലാസ്സുകളും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ്. നമ്മൾ മുന്നേ നടന്ന ക്ലാസ്സുകളിൽ പോർച്ചുഗീസുകാരെയും കുറിച്ചും ഡച്ചുകാരെയും കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നതിനോടൊപ്പം ഫ്രഞ്ചുകാരെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഓക്കെ. അപ്പം ഈ ഫ്രഞ്ചുകാർ കാലക്രമം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ചുകാർ. പക്ഷേ നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പരന്ത്രീസുകാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് ആര്? ഫ്രഞ്ചുകാർ. നമ്മൾ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. എന്നാൽ പരന്ത്രീസുകാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? പാരീസ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത് എന്നാണ് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പ്രധാനമായിട്ടും 4 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇതിൽ ആരംഭിക്കുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1616 ഒരു കമ്പനിയും കൂടി ആരംഭിക്കുന്നുണ്ട്. 1616 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിലേക്ക് ഞാൻ വരാം. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചു. അങ്ങനെ ഈ ഫ്രഞ്ചിൻ്റെ കേരളത്തിലുള്ള അവരുടെ ഭരണ തലസ്ഥാനം ഏതായിരുന്നു? മാഹിയാണ്. കേരളത്തിലുള്ള അവരുടെ ഭരണ തലസ്ഥാനം മാഹിയാണ്. എന്നാൽ ഇന്ത്യയിലെ അവരുടെ ഭരണ തലസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയാണ്. ഏതായിരുന്നു? പോണ്ടിച്ചേരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട് അധികം ഫാക്റ്റ് പഠിക്കാനില്ല. എന്നാൽ ഇന്ത്യയിലെ ചില കാര്യങ്ങളായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. കർണാട്ടിക് യുദ്ധങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഇംഗ്ലണ്ടും ഫ്രഞ്ചുകാരും തമ്മിലാണ്. ഈ യുദ്ധങ്ങൾ നടക്കുന്നത് ഒക്കെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. കർണാട്ടിക് യുദ്ധങ്ങൾ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണെങ്കിലും നടക്കുന്നത് എവിടെയാണ്? കർണാട്ടിക് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു പ്രദേശമാണ്. ഇത് കർണാട്ടിക്. അപ്പം പ്രധാനമായിട്ടും 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അതിൽ ഒന്നാമത്തെ കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് ഏതു വർഷത്തെ ഏത് ഉടമ്പടി പ്രകാരമാണ്? 1748 എക്സ്ലാ ചാപ്പൽ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 1748 എക്സ്ലാ ചാപ്പൽ എന്ന് പറയുന്ന സന്ധി പ്രകാരമാണ് ഒന്നാമത്തെ കർണാട്ടിക് യുദ്ധം എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ഈ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചും എക്സ്ലാ ചാപ്പൽ ഉടമ്പടി പ്രകാരം മദ്രാസ് ഫ്രഞ്ചുകാരിൽ നിന്ന് ആർക്ക് ലഭിക്കുകയാണ്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 1754 അവസാനിക്കുന്നത്. ഏത് സന്ധി പ്രകാരമാണ്? പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. ഈ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പരമ്പരയിൽ നടന്ന ഒരു യുദ്ധമാണ് വാണ്ടിവഷ് യുദ്ധം. ഈ വണ്ടിവഷ് എന്ന് പറയുന്ന പ്രദേശം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. 1760 ഇത് നടക്കുന്നത്. ഈ യുദ്ധത്തോടു കൂടി പൂർണ്ണമായിട്ടും ഫ്രഞ്ചുകാരുടെ ഭരണം ഇവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഈ വണ്ടിവഷ് യുദ്ധം. എന്നാൽ 1763 പാരീസിൽ വെച്ചൊരു ഉടമ്പടി ഉണ്ടായി. ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഫ്രഞ്ചുകാർ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പാരീസ് ഉടമ്പടി. അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷുകാർ കുറച്ച് പ്രദേശങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിലാണ് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി, മറ്റൊന്നാണ് ചന്ദ്രനഗർ. ഈ യാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. കാരക്കലും പോണ്ടിച്ചേരിയൊക്കെ തമിഴ്നാട്ടിലാണ്. മാഹി കേരളത്തിൻ്റെ ഉള്ളിലാണ്. മറ്റൊരു പ്രദേശമാണ് ചന്ദ്രനഗർ എന്ന് പറയുന്നത്. ഇതും ഈ ഒരു ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർ
ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. ചന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഇവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ 1954 ഇവർ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഫ്രഞ്ചുകാർ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ റിവിഷന് വേണമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. ദെൻ അടുത്തത്, നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നൊക്കെയാണ് പറയാറ്. എന്നാൽ ഇത് കൂടാതെ ഒരു രാജ്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഡാനിഷ്കാരെന്ന് പറയും. ഡാനിഷ് എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കുകാരാണ്. ഈ ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? കോപ്പൻഹേഗനാണ്. ഏകദേശം 200ഓളം വർഷങ്ങൾ ഇവിടെ വരെ വ്യാപാരം നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഭരണപരമായിട്ട് പ്രത്യേകിച്ച് ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവർ കൂടുതലും വ്യാപാരവുമായി മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ആരംഭിക്കുന്നത് 1616 കേട്ടോ. 1616 ഒരു പ്രത്യേകത, വില്യം ഷേക്സ്പിയറുടെ ചരമ, അദ്ദേഹം മരിച്ചത് 1616. ഓർത്തു വെക്കാൻ പറയാറുണ്ട് 16 അല്ലേ. 2/16 അടിയന്തരം ഉണ്ടായിരുന്നു ആർക്ക്? വില്യം ഷേക്സ്പിയറിന്. ജസ്റ്റ് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഈ ഡാനിഷുകാരുടെ കേരളത്തിലെ ഫാക്ടറികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടും കുളച്ചിലാണ്. ഈ കുളച്ചിൽ ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിലായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത്, ഫാക്ടറി സ്ഥാപിക്കുന്ന സമയത്ത് കുളച്ചിൽ തിരുവിതാംകൂറിൻ്റെ കീഴിലായിരുന്നു. മറ്റൊന്നാണ് വ്യാപാര കേന്ദ്രം. ഡാനിഷുകാരുടെ വ്യാപാര കേന്ദ്രം ഇടവ എന്ന് പറയും. ഇടവ എന്ന് പറയുന്നത് വർക്കലയ്ക്ക് അടുത്തുള്ളൊരു പ്രദേശമാണ് ഇത്, ഇടവ. അതുപോലെ ഇവരുടെ അധിവാസ കേന്ദ്രം ഏതായിരുന്നു ഡാനിഷുകാരുടെ? തരംഗമ്പാടിയാണ്. ഈ തരംഗമ്പാടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. മറ്റൊന്നാണ് സേറാംപൂർ എന്ന് പറയും. സേറാംപൂർ വെസ്റ്റ് ബംഗാളിലാണ്. സേറാംപൂരിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ പേപ്പർ മില്ലൊക്കെ ആരംഭിച്ചത് എവിടെയാണ്? സേറാംപൂരാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡാനിഷുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇംഗ്ലീഷുകാരെ കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷുകാരുടെ ആഗമനത്തെക്കുറിച്ചാണ് പറയുന്നത്. മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഏകദേശം 1580 കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നത്. അദ്ദേഹം ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല വരുന്നത്. അദ്ദേഹം ഒരു യാത്രക്കാരനായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ആര്? മാസ്റ്റർ റാൽഫിച്ച്. അങ്ങനെ വന്ന സമയത്ത് കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ, ഈ സമയത്ത് ഇവിടെ പോർച്ചുഗീസുകാരുണ്ട്, ഇവരെങ്ങനെയാണ് ഭരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഡയറിയിൽ ഇദ്ദേഹം എഴുതി വെച്ചു. അങ്ങനെ ഇദ്ദേഹം തിരിച്ച് നാട്ടിലോട്ട് പോയി ആ ഡയറി എന്ത് ചെയ്യുകയാണ്? പ്രകാശനം ചെയ്യുകയാണ്. അങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷുകാർ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാർ. അപ്പോൾ ഇംഗ്ലീഷുകാർ കേരളത്തിൽ വരാൻ മാർഗദർശിയായത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അങ്ങനെ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ലണ്ടനിൽ വെച്ചാണ്. 1600 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പേരെന്തായിരുന്നു? ജോൺ കമ്പനി എന്നായിരുന്നു. എന്തായിരുന്നു പേര്? ജോൺ കമ്പനി എന്നായിരുന്നു. അങ്ങനെ 1608 ഇവർ എത്തിയത് ആദ്യം കേരളത്തിലല്ല, സൂറത്തിലാണ്. സൂറത്ത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ വജ്ര നഗരം എന്നറിയപ്പെടുന്നത് സൂറത്താണ്. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് യൂണിവേഴ്സിറ്റി ഒക്കെ ആരംഭിക്കുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. അങ്ങനെ 1608 ഇവർ സൂറത്തിലെത്തി. ഏത് കപ്പലിലാണ് ഇവരെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെക്ടർ എന്ന് പറയുന്ന കപ്പലിലാണ്. ഏത് കപ്പലിലാണ് എത്തിയത്? ഹെക്ടർ എന്ന് പറയുന്ന കപ്പലിലാണ് ഇവരെത്തിയത്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഹെക്ടർ എന്ന് പറയുന്ന കപ്പലിൽ 1608 സൂറത്തിലെത്തിയത് എന്ന് ചോദിച്ചാൽ പറയണം വില്യം ഹോക്കിൻസ് ആണ്. വില്യം ഹോക്കിൻസിൻ്റെ നേതൃത്വത്തിൽ അവർ സൂറത്തിൽ ഹെക്ടർ എന്ന് പറയുന്ന കപ്പലിൽ 1608 എത്തി. എന്നാൽ ഇത് ഇന്ത്യയിലെത്തിയതാണ്. എന്നാൽ കേരളത്തിലെത്തിയ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. കോഴിക്കോടാണ് എത്തിയത്. ഇപ്പോൾ മാസ്റ്റർ റാൽഫിച്ചും ക്യാപ്റ്റൻ കീലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെത്തിയ ആദ്യ സഞ്ചാരിയാണ് മാസ്റ്റർ റാൽഫിച്ച്. എന്നാൽ കേരളത്തിലെത്തിയ ആദ്യ വ്യാപാരത്തിന് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്.
ക്യാപ്റ്റൻ കീലിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷുകാർ 1644 ഒരു ഫാക്ടറി ആരംഭിക്കുന്നുണ്ട്. എവിടെയാണ്? വിഴിഞ്ഞത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യുന്നത്? ഫാക്ടറി ആരംഭിക്കുന്നത്. 1695 ഇംഗ്ലീഷുകാർ ആരംഭിച്ച കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുന്നത്. ഏതാണ് കോട്ട? അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുന്നത്. ഈ 1695 എന്ത് നടക്കുന്നത്? അഞ്ചുതെങ്ങ് കോട്ട. അതുപോലെ 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നുണ്ട്. എന്താണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷുകാർ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് എന്ത് ചെയ്തു? വാങ്ങിയിട്ട്, ചിലപ്പം വില കൊടുക്കൂല, എന്നിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാരായിട്ട് ഉണ്ടായൊരു പ്രശ്നം, അതൊരു കലാപത്തിലേക്ക് പോയി. ഇതാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. പിന്നീട് ഈ ആറ്റിങ്ങലിലൊരു രാജ്ഞിയുണ്ട്. ഈ ആറ്റിങ്ങലിലെ രാജ്ഞിക്ക് ഈ ഇംഗ്ലീഷ് അവിടെയുള്ള ജനങ്ങളുമായിട്ട് ഈ കച്ചവടത്തിൽ ഇംഗ്ലീഷുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആറ്റിങ്ങലിലെ രാജാവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ആറ്റിങ്ങലിലെ രാജാവിന് ഒരുപാട് സമ്മാനങ്ങൾ, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷുകാർ കൊടുക്കുന്നുണ്ട്. ഇത് അവിടെയുള്ള ഭൂവുടമകൾക്കും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഭൂവുടമകളും അവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ ഇംഗ്ലീഷുകാരോട് പറയുന്നുണ്ട്, ആറ്റിങ്ങൽ റാണിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? സമ്മാനങ്ങളൊന്നും കൊടുക്കരുത്. ഇനി സമ്മാനങ്ങൾ കൊടുക്കണമെങ്കിൽ ഞങ്ങളെ അറിയിച്ചിട്ട് മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും 1721 ഗീഫോർഡിൻ്റെ നേതൃത്വത്തിൽ 140ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികരെ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഇത് അവിടെയുള്ള ആറ്റിങ്ങലിലുള്ള ജനങ്ങൾ മനസ്സിലാക്കുകയും അവർ സംഘടിതമായിട്ട് ഈ 140 ആൾക്കാരെ ആക്രമിക്കുകയും 140 ആൾക്കാരെ വധിക്കുകയും ചെയ്യുകയാണ്. ഇംഗ്ലീഷുകാർ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംഘടിതമായി നടന്ന ഒരു കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ആറ്റിങ്ങൽ കലാപത്തിന് ഇംഗ്ലീഷുകാരുടെ ഭാഗത്ത് നേതൃത്വം നൽകിയത് ഗീഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ആറ്റിങ്ങൽ കലാപം കീഴടക്കുകയാണ്. അങ്ങനെ ഈ അഞ്ചുതെങ്ങ് കോട്ടയും എന്ത് ചെയ്യുന്നു? ഈ ആറ്റിങ്ങലിലുള്ള ജനങ്ങൾ പിടിച്ചടക്കുകയാണ്. ഈ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ തലശ്ശേരിയിലും കോട്ട സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇംഗ്ലീഷ് സൈനികരും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ തലശ്ശേരിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് സൈനികരെ അഞ്ചുതെങ്ങിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അഞ്ചുതെങ്ങ് കോട്ട തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു വൈൻഡപ്പ് സെഷനിലോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ അഞ്ചുതെങ്ങ് കോട്ട തിരിച്ചു പിടിച്ചു. അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മ ആ സമയത്ത് ഡച്ചുകാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡച്ചുകാർക്കെതിരെ ആക്രമിക്കാനും പിന്നെ ഈ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മക്കെതിരെ സമരം ചെയ്യുന്ന എട്ടരപ്പിള്ളന്മാരെന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരോട് കൂടിയിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ് ആര്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും ഒപ്പിട്ടൊരു സന്ധിയാണ് വേണാട് സന്ധി എന്ന് പറയുന്നത്. ഇത് 1723 അപ്പം തിരുവിതാംകൂറിൻ്റെ ഒരു പ്രദേശവും ആരുടെ അണ്ടറിലാണ്? ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ്. അങ്ങനെ 1791 കൊച്ചി രാജാവും എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പിടുന്നുണ്ട്. എന്നാൽ 1792 ശ്രീരംഗപട്ടണ സന്ധി എന്ന് പറയും. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ടിപ്പു സുൽത്താൻ അവസാനം മരണപ്പെട്ടത് ഈ മൈസൂർ യുദ്ധത്തിലാണ്. അങ്ങനെ ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ പൂർണ്ണമായിട്ടും ആർക്ക് ലഭിക്കുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുകയാണ്? മലബാർ പൂർണ്ണമായിട്ടും ലഭിക്കുകയാണ്. അപ്പം അതിനുശേഷം 1795 തിരുവിതാംകൂറും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ 1723 സന്ധി, വേണാട് സന്ധിയിൽ ഒപ്പിടുന്നുണ്ട്. പിന്നെ 1791 കൊച്ചി ഭാഗമാകുന്നു, 95 തിരുവിതാംകൂർ. എന്നാൽ 1792 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ പൂർണ്ണമായിട്ടും ആരുടെ അധീനതയിൽപ്പെടുകയാണ്? ഇംഗ്ലീഷുകാരുടെ അധീനതയിൽപ്പെടുകയാണ്.
ഇതിന് ശേഷം ഇനി അടുത്തൊരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പാണ്. പഴശ്ശിരാജയെക്കുറിച്ചും വേലുത്തമ്പി ദളവയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 4 ക്ലാസ്സിനെയും കണക്ട് ചെയ്തിട്ട് നമ്മളൊരു 50 മാർക്കിൻ്റെ ഒരു ടോപ്പിക് എക്സാം നമ്മൾ വർക്കൗട്ട് ചെയ്യും. അതുപോലെയാണ് PSC എക്സാം നടത്തുക. അപ്പോൾ ഏറ്റവും നല്ല ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ 4 ക്ലാസ്സും ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ കാണുക. ഇനി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ആ നോട്ട് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 4 ക്ലാസ് മാത്രം പോരാ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ. അധിക വായന നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബുക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.